കേശവൻ മൊബൈൽ സംഘമോത്സവം 2025 എന്ന പേരിൽ നടക്കുന്ന ഈ കുടുംബസംഗമത്തിന്റെ സമ്മേളന അധ്യക്ഷൻ ശാഖയുടെ ബഹുമാനായ പ്രസിഡന്റും അസംബ്ലി യോഗം കോട്ടയം യൂണിയന്റെ സൈബർസേന ചെയർമാൻ കൂടിയായ ശ്രീ PS ജിനോ പാറയിൽ അവർ, ബഹുമാനായ ശാഖയുടെ സെക്രട്ടറി ശ്രീ ബിജു MG അവർ, ആശംസ അർപ്പിക്കുന്ന വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ശൈലജ അവർ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീ മഞ്ജു, വനിതാ സംഘത്തിന്റെ സെക്രട്ടറി ശ്രീമതി സോജി, യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ശ്രീ ശരില, വിവിധ കുടുംബ യൂണിറ്റുകളുടെ ഭാരവാഹികളെ, കൃതജ്ഞത അർപ്പിക്കുന്ന ശാഖയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ KR മോഹൻ ഉൾപ്പെടെയുള്ള പ്രിയ ശാഖാ ഭാരവാഹികളെ, വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും പ്രിയങ്കരായ ഭാരവാഹികളെ, പ്രിയ ശാഖാംഗങ്ങളെ, സജ്ജനങ്ങളെ, കുടുംബ സംഗമം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. പണ്ട് ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടുമ്പോഴാൽ ഇത്രയും പേരൊക്കെ കാണും. പക്ഷെ ഇപ്പൊ ഓരോ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ തപ്പി നോക്കണം ഒരു കുഞ്ഞെങ്കിലും ഉണ്ടോ എന്ന്. വീട്ടിലൊന്നും കാണത്തില്ല, അച്ഛനും അമ്മയും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കാണും, വേറെ ആരും കാണില്ല. അതാണ് ഇന്നത്തെ കുടുംബത്തിന്റെയും പഴയ കുടുംബ വ്യവസ്ഥയുടെയും വ്യത്യാസം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾ നമ്മൾ രൂപീകരിക്കുന്നതും ഈ കുടുംബ സംഗമങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംഘടനാ രംഗത്ത് പുതിയ ഉണർവ് പകർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. പ്രിയമുള്ളവരെ, കൂടുതൽ ഇമ്പമുള്ളതിനെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കുടുംബ ജീവിതം നയിക്കുന്നവരാണോ എന്ന ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഞാൻ ഈ തിരുവഞ്ചൂർ വന്ന്, ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് എനിക്ക് ഈ ശാഖ അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് അങ്ങോട്ട്, അപ്പോ ഞാൻ വരാറുള്ള ഒരു ദേവാലയം ഇവിടെയുണ്ട് തൊട്ടപ്പുറത്ത്. അറിയാം ഇവിടുത്തെ ഒരു ദേവാലയം? മാതൃശാലയം. ഇവിടെ ഇച്ചിരി മുന്നോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിൽ ഒരു ദേവാലയമുണ്ട്, ഒരു വൃദ്ധസദനമാണ് കേട്ടോ. അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. ജീവനുള്ള അച്ഛനമ്മമാരുള്ള ഒരു സ്ഥലമാണ് അത് കേട്ടോ. അപ്പൊ അതാണ് യഥാർത്ഥ ദേവാലയം. അപ്പൊ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അവിടെ ഒന്ന് പൂജ കഴിക്കാറുണ്ട്. മനസ്സിലായോ? അതൊരു കഴിക്കുന്നവരാണ്. നമ്മുടെ സാധാരണ ഭഗവാന്റെ മുന്നിൽ വെച്ചാൽ കഴിക്കാറില്ലല്ലോ, നമുക്ക് തന്നെ തിന്നാനല്ലോ. ഇതല്ല, അവിടെ കൊണ്ട് കൊടുത്താൽ അവര് കഴിച്ചു. അപ്പോ കുടുംബ ജീവിതങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ, ത്യാഗവും വേദനയും സഹിച്ച മക്കളെ വളർത്തി അവരെ ഓരോരോ നിലകളിൽ എത്തിച്ചു കഴിഞ്ഞപ്പോ മക്കളെല്ലാം സഹായിച്ച് റെയിൽവേ സ്റ്റേഷനിലും ഉത്സവ പറമ്പുകളിലും ഒക്കെ ഉപേക്ഷിച്ചു പോയിട്ട് ആരോഗ്യമില്ലാതെ ഗതികെട്ട് അനാഥരായുള്ള ഒരു അച്ഛനമ്മമാരുടെ കേന്ദ്രം ഇവിടെ തൊട്ടടുത്തുണ്ട്. ഞാൻ അവിടെ വന്നിട്ടുള്ളതാണ്, വൃദ്ധസദനത്തിൽ. അപ്പൊ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ സാർ, പിന്നെ റൂട്ടിട്ട് തിരിഞ്ഞു വന്നു, വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ വിളി കണ്ടത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു വലിയ ദേവാലയത്തിന്റെ അടുത്താണ് താമസിക്കുന്നത് എന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ കുടുംബജീവിത പശ്ചാത്തലങ്ങളുടെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പ്രിയ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിവിടെ വന്നപ്പോൾ ഒരു സന്തോഷം തോന്നി. സാധാരണ കുടുംബസംഘടനകളൊക്കെ ചെല്ലുമ്പോ വനിതാ സംഘം എന്ന രീതിയിലായിരിക്കും അത് നടക്കുക. ഇന്നിവിടെ വന്നപ്പോൾ എന്തായാലും കുറെ അച്ഛന്മാരെ എന്റെ ഇടയ്ക്ക് കണ്ടു, അതിനിടയ്ക്ക് കുറെ കൊച്ചു കുട്ടികളെ കണ്ടു. ഒരു കുടുംബത്തിന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയും മക്കളും ഒക്കെയുള്ള ഒരു ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ എത്ര വീടുണ്ട്? 200 വീടുണ്ട്. അപ്പൊ 200 വീട്ടിൽ അല്ലേ, 200 വീട്ടിൽ എന്തായാലും ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ 400 പേരാകും അല്ലേ? ഓരോ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും എത്ര ആകും? 500 പേര് കണ്ടേനെ. അപ്പോ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല. കുടുംബാംഗങ്ങളുടെ മോഡൽ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അതൊരു കുറവാണ്. എന്തുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ വരാത്തെന്ന് ചോദിച്ചാൽ, എന്റെ പൊന്നു ജീനോ, ആഴ്ചയിൽ ഒരു ദിവസം, ഒരു ഞായറാഴ്ച ഉള്ളതാണ്. ആ ദിവസം നിങ്ങൾ കൊണ്ട് കുടുംബസംഘം വെച്ചാൽ എന്നാ ചെയ്യാനാ? ഇനി തിങ്കളാഴ്ച വെക്കട്ടെ, വേണ്ട, അത് ജോലിക്ക് പോകണം. ചൊവ്വാഴ്ച അത് ജോലിക്ക് പോകണം. പിന്നെ ശനിയാഴ്ച അത് കാശ് കിട്ടുന്ന ദിവസമാണ്. പിന്നെ എന്നാ വെക്കേണ്ടത്? ഇനി നമ്മൾ പുതിയ ദിവസം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള യോഗങ്ങൾ വെക്കാൻ സാധിക്കൂ എന്നാണ് അവരുടെ ചിന്ത.
കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ പറയുമ്പോൾ നാളെയാണ് നാളെയാണ് നാളെ എന്ന് പറയുന്നത് പോലെ, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പിന്നാട്ടെ 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 എന്ന് പറയുന്നത് പോലെ എല്ലാം നമ്മൾ പിന്നിടത്തേക്ക് മാറ്റിവെച്ച് ജീവിതത്തിലെ സുഖം എന്താണെന്ന് തിരിച്ചറിയാത്ത നാളുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാനിതിപ്പോ 3ാമത്തെ പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പ് ഞാൻ രാവിലെ കിടങ്ങറ എന്ന് പറയുന്ന ഒരു രാവിലെ നമ്മുടെ ഇവിടെ വിജയപുരത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കിടങ്ങറായിക്ക് പോയത്. കിടങ്ങറായി അവിടെ മാതൃപൂജയ്ക്ക് വേണ്ടി പോയതാണ്. വളരെ സന്തോഷവും ഒരു കരച്ചിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാരണം ഈ മാതൃപൂജ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോയി. ജയിക്കാൻ പോയതാ, പക്ഷെ ജയിക്കാൻ പോയി ഞാനും കരഞ്ഞുപോയി. കാരണം അവിടെ അമ്മമാരും മക്കളും ചേർന്നുള്ള ആ ഒരു സദസ്സ് ആദ്യമായിട്ടാണ് അവർ മാതൃപൂജ ചെയ്യുന്നത്. ഇവിടെ മാതൃപൂജ ചെയ്തിട്ടുള്ളവരുണ്ടോ? മാതൃപൂജ ചെയ്തിട്ടുള്ളവർ നോക്കാമോ? നിങ്ങൾ അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടായിരിക്കും, ചത്ത് കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പൂർണ്ണപൂജ എന്നുകൊണ്ടായിരിക്കും ചെയ്തത്. ശരിയല്ലേ? അമ്മമാര് മരിച്ചു പോയിട്ടുള്ളവരെന്ന് കൈ പോകിക്ക് അത് പൂജ ചെയ്തിട്ടുണ്ട് നമ്മളില്ലേ? ചത്ത് കിടന്നപ്പോഴും ചെയ്തിട്ടുണ്ട്. പിന്നെ ആണ്ടിനാണ്ടിന് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ടോ? ഈ ജീവിച്ചിരുന്ന അമ്മമാർക്ക് മക്കളും പൂജ ചെയ്തിട്ടുണ്ടോ? അതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ ചത്ത് തെക്കെ ഭിത്തിക്ക് സ്റ്റിക്കറാക്കി വെക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ മാറിയിടത്തുള്ളൂ, ഞങ്ങൾ പൂജ ചെയ്യത്തുള്ളൂ. അച്ഛന്മാർക്ക് നമ്മൾ അങ്ങനെ പൂജ ചെയ്യാറുള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്ക് പൂജ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും അന്ധവിശ്വാസത്തിലാണ്. യാതൊരു സംശയമില്ല, നമ്മൾ ഇപ്പോഴും അന്ധവിശ്വാസത്തിലാണ്. ഇവിടെ ഇന്ന് നിങ്ങൾ ഇവിടെ മഹാഗുരുവിന്റെ ശ്രീനാഥഗുരുവിന്റെ പാദങ്ങളുടെ ഒരു രൂപം വെച്ച് അതിലൊരു മാലയിട്ട് വിളക്ക് കൊളുത്തി. എന്തിനാണ് അത് ചെയ്തത്? എന്തിനാണ്? എന്തെങ്കിലും ഒന്ന് പറ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ചാക്കാർ വഴക്ക് പറയുമോ ചെയ്തില്ലെങ്കിൽ? പിന്നെന്താ കാര്യം? ഇനി വെക്കുമ്പോൾ വലതുവശത്ത് വെക്കണം കേട്ടോ. വേദിയുടെ വലതു ഭാഗത്ത് വെക്കണം. പ്രസംഗിക്കണം അങ്ങേ സൈഡിൽ വെച്ചോണം കേട്ടോ. എന്തിനാണ് വെച്ചതെന്ന് പറ. അറിയില്ല. എന്തിനാണ് നിങ്ങളോട് ഇരിക്കുന്നത്? ഭക്ഷണം എന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചായയും കിട്ടും, കടിയും കിട്ടും. കുടുംബസംഘം എന്ന് പറയാൻ ഇത് കഴിയുമ്പോ ആ ചായയും കടിയും കിട്ടും. ചെന്നില്ലെങ്കിൽ ഫൈൻ ഉണ്ടോ? ചിലർ പറയും ഫൈൻ ഉണ്ട്. പിന്നെ ചിലപ്പോ ആൾക്കാർ പറയും വീട്ടിൽ ചത്ത ആരും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഇല്ലേ? അപ്പൊ ചത്ത് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതികള്. ഞാൻ ഇനി കുറച്ച് ചെറുപ്പക്കാർ പിള്ളേരെ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി. ഇടയ്ക്ക് പൊടിമീശകളൊക്കെ പുറകിലിരിക്കുന്ന ഞാൻ കണ്ടു ചെറുപ്പക്കാരൊക്കെ. അപ്പൊ ഒരു സന്തോഷം തോന്നിയതാണ് ഞാൻ അതൊക്കെ പറഞ്ഞത് കേട്ടോ. ഇന്ന് ടി കെ മാധവന്റെ സ്മൃതി ദിനമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. ടി കെ മാധവൻ എന്ന ഒരു യുവാവ്, അദ്ദേഹം ദീർഘകാലമൊന്നും ജീവിച്ചിരുന്നില്ല. 45 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നു. പക്ഷേ ആ ജീവിച്ചിരുന്ന കാലയളവിൽ ഇത് നാമൊക്കെ ഇങ്ങനെ മനുഷ്യ കോലത്തിൽ തലയുയർത്ത് നിൽക്കുവാനും മീസ വെച്ചിരിക്കുവാനും അതോടൊപ്പം തന്നെ ഇതുപോലെ തുണി കൊടുത്തുകൊണ്ട് നടക്കുവാനും ക്ഷേത്രങ്ങളുടെയൊക്കെ പുറവഴിയിലൂടെങ്കിലും വഴി നടക്കുവാനും ഒക്കെ ജീവത്യാഗം ചെയ്തുകൊണ്ട് പോരാടിയ സംഘടനയുടെ നേതാവായിരുന്നു ടി കെ മാധവൻ. ടി കെ മാധവനെ എനിക്ക് വിട്ടു. കാരണം തിരുവനന്തപുരത്ത് അടുത്ത അമ്പലമൊക്കെ ഉണ്ടെന്നാണ് എന്റെ അറിവ്. ഇവിടെ വേറെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ നല്ല ഉത്സവങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ പോകാറുള്ളവരാണ്. ശരിയല്ലേ? ഞങ്ങൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. ഈ ഗുരുവിന് പ്രായമായി പോയത്, ഗുരു താടിയൊക്കെ വെച്ചിരിക്കുന്നത്, ഗുരുവിനെ വെച്ച് പോയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ ജീവിച്ചിരുന്ന അല്ലേ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഇപ്പൊ ഉണ്ടോ? അവരൊക്കെ സ്വർഗാരോഹണമൊക്കെ നടത്തി പോയവരാണ് കേട്ടോ. പക്ഷെ അവരെ ഇവിടെ നമുക്ക് വിശ്വാസം, പക്ഷെ ഗുരുവിൽ വിശ്വാസമില്ല. ഗുരു നമ്മളെ ഈശ്വരനിലേക്കുള്ള വഴി കാണിച്ചു തന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഈശ്വരനെന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചു? ആ വഴി നമ്മൾ ഇതുവരെ കണ്ടില്ല. നിങ്ങളൊക്കെ ഗുരുപൂജ ചെയ്യുന്നവരാണോ? ഗുരുപൂജ നടത്താറുണ്ടോ? ഉണ്ടോ? കള്ളം പറയുന്നത്. ഞാൻ സൈക്കോളജിസ്റ്റ്, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് പിടിച്ചെടുക്കും. ആ ഗുരുപൂജ ചെയ്തിട്ടുള്ളവരെന്ന് കൈമുഖിക്ക് ചിലപ്പോൾ ദൈവമേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗുരുപൂജ ചെയ്തിട്ടില്ല, അത് പുള്ളി അറിഞ്ഞാൽ തോന്നുന്നതല്ലേ? അതൊന്നുമല്ല. എന്തെങ്കിലും ഒക്കെ ഗുരുപൂജ ചെയ്തിട്ടുള്ളവര് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ചെയ്തിട്ടുള്ളവരാണ്. സന്തോഷം കേട്ടോ. അതെ, ആരാണ് നിങ്ങളുടെ ആദ്യത്തെ ഗുരു? അതറിയത്തില്ല. ആരാ നിങ്ങളുടെ ആദ്യത്തെ ഗുരു? മക്കളുടെ പറയും കേട്ടോ, അമ്മമാര് കാണിച്ചു പോകും. പിന്നെ ആരാ നിങ്ങളുടെ ഗുരു?
പറഞ്ഞ രണ്ടുപേരിൽ ഒരാളേ ഉള്ളൂ. സുപ്പീർ വേണ്ട, അച്ഛൻ എന്നാ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട്. ആരാദ്യത്തെ ഗുരു? ആ അമ്മയാണ് കേട്ടോ. അച്ഛൻ ഇച്ചിരി പണിയിക്കോട്ടെ, സാരമില്ല, അച്ഛനെ നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. ആദ്യത്തെ ഗുരു ആരാ? അമ്മ. ഒരു സംശയവും വേണ്ട. എന്താ കാര്യം എന്നറിയാമോ? PhD എടുത്ത ഒരു മകള് അമ്മയെ പിടിച്ചടുത്തിരുത്തി. കാരണം അമ്മ ഒരു പൊട്ടിയാന്നായി മോള് പറയുന്നത്. അമ്മയ്ക്ക് വിവരമില്ല, അച്ഛന്റെ തല്ലി മേടിച്ചോണ്ട് നടക്കുന്നതല്ല. ഈ തലയോട് പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല. അമ്മയോട് വന്ന് മോളിൽ നിന്ന് ചോദിക്കുക, അമ്മയ്ക്ക് അറിയാമോ അമ്മയെ രാഷ്ട്രപിതാവ് ആരാണെന്ന്? സ്വന്തം പിതാവിന്റെ പേര് പറയാൻ അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പോഴാണ് രാഷ്ട്രപിതാവിന്റെ പേര്. ശരിയല്ലേ? രാഷ്ട്രപിതാവ് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ അമ്മ? അമ്മയ്ക്ക് എന്താ സങ്കടം വന്നിട്ട് മേലെ. കാരണം മോള് വലിയ മിടുക്കിയാണ്, PhD ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അമ്മയുടെ മുന്നിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കുക. ലാസ്റ്റ് ചോദിച്ചു, അമ്മേ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പൊ ആരാന്നറിയാവോ? ഇല്ല. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആണെന്നറിയാവോ? ഇല്ല. കുട്ടി ഇതിനെല്ലാം മറുപടി അമ്മ മുറ്റ എന്റെ മോളെ ഒരു സംഭവമാണ്. മനസ്സിലായോ? മക്കളെ ഓർത്തോണം, പൊടിവിച്ചെടുത്ത മക്കളോടൊക്കെ അമ്മയുടെ മുന്നിൽ പോയി ചോദ്യം ചോദിക്കുമ്പോ ഓർത്തോണം, അമ്മയ്ക്ക് വിവരമില്ല, ഞങ്ങളൊക്കെ വലിയ ഒരു വിദ്യാഭ്യാസമുള്ളവരാണെന്ന് ചോദിച്ച് 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 അവസാനം അമ്മ കരച്ചിലിന്റെ വക്കിലെത്തി. മക്കളോട് പറയാൻ മറുപടി ഒന്നുമില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നും ഉത്തരം അറിയില്ല. അപ്പൊ കുഞ്ഞിനെ കേളിഞ്ഞിരിക്കുക. അമ്മയാണ് പോലും. അമ്മ ഒന്നും അറിയാത്ത അമ്മ അവസാനം മോനെ തിരിച്ച് അമ്മ ഒരു ചോദ്യം ചോദിച്ചു ഈ മോനോട്, നിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആ പറ. മോൻ എന്നാ പറയും? നിങ്ങൾ പറ. അച്ഛന്റെ പേര് പകുതി പറഞ്ഞപ്പോ അതുകൊണ്ട് അവിടെ നിർത്തിയത് കേട്ടോ. അമ്മ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നീ ഇത്രയൊക്കെ ചോദിച്ചല്ലോ അമ്മയോട്. ഇന്ത്യൻ പ്രധാനമന്ത്രി, ഉഗാണ്ടയുടെ പ്രധാനമന്ത്രി, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി, ഇതിനൊക്കെ അറിയാവുന്നേ. പക്ഷേ നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്. അതാരാണെന്ന് അറിയാമോ? നിന്റെ പാതിയായ ശരീരത്തിന്റെ, നിന്റെ ജീവന്റെ ഉടമയാരാണെന്ന് അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് ഞാനാ. നീ പറഞ്ഞില്ലേ വിവരമില്ലെന്ന് പറഞ്ഞില്ലേ? ഈ അമ്മയ്ക്ക് അതറിയത്തുള്ളൂ. ഓർത്തോണം കേട്ടോ. അതായത് നിന്റെ പിതൃത്വം എന്താണെന്ന് നിന്നെ പഠിപ്പിച്ചത് ആരാണ്? നിന്റെ അമ്മയാണ്. അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം ഉൾപ്പെടെ കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, 5 അനുഭൂതികളാകുന്ന പഞ്ചേന്ദ്രിയ ജ്ഞാനത്തെയും ആദ്യം പ്രദാനം ചെയ്തത് ആരാണ്? അമ്മയാണ്. ശരിയല്ലേ? ആരും നിന്നെ സംരക്ഷിക്കുവാനില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആ ഗർഭാശയത്തിൽ ഇട്ടുകൊണ്ട് നിന്നെ ഇത്തര മരത്തിൽ നിന്ന് ഊറ്റിക്കുടിക്കുന്നത് പോലെ അമ്മയുടെ ശരീരത്തെ, ഊർജത്തെ ഊറ്റിക്കുടിച്ചാണ് നീ വളർന്നത്. ആ അനുഭൂതികളെല്ലാം നിനക്ക് ആദ്യം പകർന്നു നൽകിയത് ആരാണ്? നിന്റെ അമ്മയാണ്. എന്റെ ആദ്യത്തെ ഗുരു ആരാണപ്പോ? മടി വേണ്ട പറയാൻ. ആരാണ്? ഉറക്ക പറ. അമ്മ കേട്ടോ. അമ്മ എന്ന് പറയണ്ട കേട്ടോ. അതാരാണ്? എന്റെ അമ്മയാണ്. സംശയമൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ആ അമ്മയ്ക്ക് വേണ്ടി ഒരു പൂജ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞല്ലോ ഗുരുപൂജ ചെയ്തെന്ന്. ശാഖക്കാരോട് പണിയാൻ ഞങ്ങളങ്ങ് ശിവഗിരി പൂജ ചെയ്യുമെന്നാ പറയുന്നത്. അതാണ് നമ്മുടെ വാദം. മനസ്സിലായോ? ആ പൂജയല്ല ചോദിച്ചത്. സ്വന്തം മാതാവിന് പൂജ ചെയ്തിട്ടുണ്ടോ? അതാണ് ഗുരുപൂജ കേട്ടോ. ആ മാതാവിന്റെ പൂജ ചെയ്ത് തുടങ്ങേണ്ടത് ഒരു കുടുംബ ജീവിതത്തിന്റെ തുടക്കമാണ്. ഭാര്യാഭർത്താക്കന്മാരായി നിങ്ങൾ ജീവിച്ചു തുടങ്ങിയതാണ് കുടുംബം, അല്ലേ? പുതിയ കുടുംബം എന്ന് പറയുന്നത് ഒരു കുലത്തിൽ ജനിച്ച സ്ത്രീയും മറ്റൊരു കുലത്തിൽ ജനിച്ച പുരുഷനും തമ്മിലുള്ള ചർച്ചയാണ്. കുടുംബം എന്ന വിഷയമായതുകൊണ്ട് ഞാൻ ആ കുടുംബ വിഷയത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. കുടുംബത്തിന്റെ തുടക്കം വിവാഹത്തിൽ കൂടിയാണല്ലോ. ഈ അമ്മമാര് പറഞ്ഞിട്ടുണ്ടോ 18 വയസ്സായ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കുക? 18 വയസ്സായ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കാം? പെൺകുട്ടികൾ ഇല്ല. വീട്ടിലിരിക്കുക. അവർക്കൊക്കെ ബോധമുണ്ട്. അമ്മയ്ക്കല്ലേ ബോധമില്ലാത്ത. അതുകൊണ്ട് അമ്മ വന്നിരിക്കുക കേട്ടോ. ചെല്ലുമ്പോ ചോദിക്കണം മോളോട്. ഇനി 18 വയസ്സായ ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കുക? 18 കഴിഞ്ഞവർ. 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടോ എന്ന് കൈപൊക്കുക? 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടെങ്കിൽ ആൺകുട്ടികളോ പെൺകുട്ടികളോ 10ാം ക്ലാസ് കഴിഞ്ഞവർ 10ലോ 11ലോ 12ലോ ഡിഗ്രിക്കോ ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കുക? എന്താണ് മോനെ പേര്? അഭിനവ് അല്ലേ? അഭിനവ്. കഴിഞ്ഞു. അപ്പോ ഞാനിപ്പോ അഭിനവിനോട് വേണ്ടി ചോദ്യം ചോദിക്കാൻ പോവാണ് കേട്ടോ. അഭിനവിന് വേണ്ടി അല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ്. അമ്മമാര് വീട്ടിൽ ചെന്നിട്ട് മക്കളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, എടാ മോനെ നീ ആരാ? അമ്മയ്ക്ക് വട്ടാണോ ചോദിക്കില്ല. പോയപ്പോ തന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. കുടുംബത്തിനും തിരിച്ചു വന്നപ്പോ മോന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുക,
ചോദിക്കുക നീ ആരാണെന്ന്. അപ്പൊ എന്ത് പറയും? അതിനെ എന്ത് പറയും? ഹോ അറിയോ? എന്ത് പറയും? മൂക്ക് കാണിക്കോ, തിരിച്ച് കാണിക്കോ, എന്ത് പറയും? ഇങ്ങനെ ഇവിടെ ഇരുന്ന് തിരുവനന്തപുരം എഴുതിച്ചുകൊണ്ടുവന്നാണ് ഇഷ്ടം കൊണ്ട് ചോദിച്ചാ കേട്ടാ. അപ്പോ നമ്മൾ ഓർക്കുക, ഈ ഒരു ചോദ്യത്തിൽ കുഞ്ഞുങ്ങളൊന്ന് വരുമോ പഠിച്ചോന്ന് ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയും അഭിനവ് എന്ന് പറയും അല്ലേ. പക്ഷെ ഹൂ അറിയോ എന്ന് ചോദിച്ചാൽ ഒന്ന് വരുമ്പോ ഞാൻ ആരാ, ഇതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആദ്യം നീ ആരാണെന്ന് പഠിക്കാനേ. നീ ആരാണെന്ന ചോദ്യത്തിന്റെ മറുപടി പറയുമ്പോൾ ഞാനൊരു മകളാണ്, മകനാണ്, ഞാനൊരു കാമുകനാണ്, കാമുകിയാണ് അല്ലേ, ഞാനൊരു ഭാര്യയാണ്, ഭർത്താവാണ്, ഞാനൊരു അച്ഛനാണ്, അമ്മയാണ്, ഞാനൊരു അമ്മായി അമ്മയാണ്, അമ്മായിയപ്പനാണ്, ഞാനൊരു വല്യമ്മയാണ്, വല്യപ്പനാണ്. ഇതൊക്കെ പറയാം. വേണമെങ്കിൽ പറയാം ഞാൻ അധ്യാപകനാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാൻ ഇന്ന ജോലി അഡ്വക്കേറ്റാണ്, ടീച്ചറാണ്. ഇതൊക്കെ നിങ്ങൾ പറയും. എന്നാൽ ഇത് മാത്രമല്ല, നിങ്ങൾ എല്ലാമാണ്. ഇപ്പോൾ നിങ്ങൾ ഭാര്യയാണ്, അതോടൊപ്പം തന്നെ അമ്മയുടെ മുന്നിലോ അച്ഛന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നിങ്ങൾ മകളാണ്, ശരിയല്ലേ? മക്കളുടെ മുന്നിൽ ചെല്ലുമ്പോൾ അതേ നിങ്ങൾ അമ്മയാണ്. എത്ര വേഷമാണ് നമ്മുടെ ഒരു ശരീരത്തിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോ കുടുംബജീവിതം തുടങ്ങുന്ന സമയത്ത് ഒരു കുടുംബത്തിൽ യുവാവും യുവതിയുമായി മാറിയ നിങ്ങൾ വിവാഹം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ഇതാണ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്തിനാണ് വിവാഹം കഴിക്കേണ്ടത്? 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒന്നും പഠിപ്പിക്കുന്നില്ല, സാധനം ഡിഗ്രിക്കും പഠിപ്പിക്കുന്നില്ല. അപ്പൊ പിന്നെ ഡിഗ്രി കഴിഞ്ഞ 18ആമത് ചാടി പോകുന്ന പെൺകുട്ടി എന്നാ മനസ്സിലാക്കാൻ പറ്റും? ചാടി പോകുന്ന പെൺകുട്ടിക്ക് വല്ലതും അറിയാവോ? എന്താണ് കല്യാണം, എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അറിയാമോ? നിങ്ങൾ പറ, എന്തിനാ? അമ്മ പറഞ്ഞു എന്റെ പൊന്നു മോളെ നീ പേരെന്നറിഞ്ഞ എനിക്ക് കാടി, അപ്പൊ ഒന്ന് ഇറക്കി വിടണം, അതിനാണോ കല്യാണം കഴിപ്പിച്ചത്? ഇടയിൽ രണ്ടെണ്ണം വളർന്നു വരുന്നു, നിന്റെ കൈ പിടിച്ചു കൊടുത്തിട്ട് വേണം വേറൊരാളെ കൈ പിടിച്ചു കൊടുക്കാൻ. എന്തിനാ കല്യാണം കഴിപ്പിക്കുന്നത്? ഇത് പറഞ്ഞു കൊടുക്കാത്തവരല്ലേ കുഞ്ഞുങ്ങളെ 18 തികയാൻ നോക്കിയിരിക്കുന്നത് ചാടാൻ. അവർക്കറിയില്ല കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്ന്. പറഞ്ഞു കൊടുക്കണം കുടുംബജീവിതത്തെ കുറിച്ച്. ആ കുടുംബജീവിതത്തിൽ അഭിനവ് കല്യാണമൊക്കെ കാണാൻ പോയിട്ടുണ്ടോ? കല്യാണം കണ്ടിട്ടുണ്ടോ? കല്യാണം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇവിടെ ചുട്ടി കുത്തിയിരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്, ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നവരില്ലേ? ആരായി ഹെഡ്ലൈറ്റ് ആദ്യം ഇട്ടത്? ഈ ഹെഡ്ലൈറ്റ് ആദ്യം ഇട്ടതാകാ ആരായി സ്വിച്ച് ഇട്ട് തന്നത്? ആ ഭർത്താവ് സ്റ്റേജിൽ വെച്ചിട്ട് തന്നത് അല്ലേ? ശരിയാണോ? അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചപ്പോ നിങ്ങളുടെ പേരെന്തായി? നിങ്ങളുടെ പേര് ഭാര്യ എന്നായി അല്ലേ? ആണോ? അതുവരെ എന്തായിരുന്നു? മകളായിരുന്നു, സഹോദരിയായിരുന്നു. കല്യാണം കഴിച്ചപ്പോ എന്തായി? ഭാര്യയായി. ആരൊക്കെ തമ്മിലാ കല്യാണം കഴിച്ചത്? ഭാര്യ ഭർത്താവുള്ളൂ. ഭാര്യ ഭർത്താവുള്ളാണോ കല്യാണം കഴിച്ചത്? ആരൊക്കെ തമ്മിലാ കല്യാണം കഴിച്ചത്? ചെറുപ്പം വീണോ? വേറെ വല്ല പേരും പറയുമോ? മകനും മകളോ? വേറെ എന്തെങ്കിലും പറയുമോ? കല്യാണം നടത്തുന്ന ആരൊക്കെ തമ്മിലാ? വധൂവരന്മാർ അല്ലേ? വധൂവരന്മാരെന്നാണ് നമ്മൾ പറയുന്നത്. കേട്ടിട്ടുണ്ടല്ലോ അത്. അതെ, ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടാണ് ചോദ്യം. നിങ്ങളെ മകളെന്ന് വിളിക്കാം, നിങ്ങളെ സഹോദരി എന്ന് വിളിക്കാം, നിങ്ങളെ കാമുകി എന്ന് വിളിക്കാം, നിങ്ങളെ ഭാര്യ എന്ന് വിളിക്കാം, അമ്മയെ എന്ന് വിളിക്കാം, അമ്മായിയെന്ന് വിളിക്കാം, വല്യമ്മയെന്ന് വിളിക്കാം, ഇതൊക്കെ വിളിക്കാം. എപ്പോഴാണ് നിങ്ങളെ വധു എന്ന് വിളിക്കുന്നത്? പറയാമോ? വിധവ എന്ന് വിളിക്കുന്ന എപ്പോഴാ? ഭർത്താവ് മരിച്ചു കഴിയുമ്പോ. ഭാര്യ എന്ന് വിളിക്കുന്ന ഭർത്താവ് കെട്ടി കഴിയുമ്പോ അല്ലേ? വധു എന്ന് വിളിക്കുന്ന എപ്പോഴാ? മണ്ഡപത്തിൽ കയറി നിന്നാ വധുവാകുമോ? അങ്ങനെ കൂടെ കുറെ ആളുകൾ കയറി നിൽക്കുള്ളൂ. എല്ലാം വധു എന്ന് വിളിക്കാൻ പറ്റുമോ? ചിന്തിച്ചിട്ടുണ്ടോ? ഓർത്തോണം കേട്ടോ. വിവാഹം എന്താണെന്ന് തിരിച്ചറിയണം. അഷ്ടവിധികളുടെ വിവാഹത്തിന് ബ്രഹ്മം, ആർഷം, പ്രജാപത്യം, ദേവം, ഗാന്ധർവം, ആസുരം, രാക്ഷസം, പൈശാചികം. ശ്രീമദ്ഗുരുപാദങ്ങൾ വിവാഹവിധി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അഭിനവേ പ്രാജാപത്യ വിധിയാണ് കേട്ടോ. നാളുകൾ ഒരു പെണ്ണിനെ പ്രേമിക്കുമ്പോ പിള്ളേരെയൊക്കെ പ്രേമിക്കാൻ പഠിപ്പിക്കണം കേട്ടോ. അപ്പോ ഈ വിവാഹ സമ്പ്രദായം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവർ പെൺകുട്ടിയെ ഇറങ്ങിക്കൊണ്ടി പോരും. മനസ്സിലായോ? അപ്പൊ പ്രേമിച്ചോട് കുഴപ്പമില്ല, ചാടിപ്പോകാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? വിവാഹം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. മക്കളെ ഓർത്തോണം,
കുടുംബജീവിതം തുടങ്ങുന്ന വിവാഹം അതിനൊരു സമ്പ്രദായമുണ്ട്. അതിൽ ആദ്യം നീ ആരാണെന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ ഒന്നുകൂടി പറയണം, നീ എങ്ങനെ ജനിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ അഭിനവനെ പോലുള്ള പിള്ളേർക്കറിയാം എങ്ങനെയാണ് ജനിച്ചത് എന്ന്. അമ്മ പറഞ്ഞു, മോനെ മക്കളില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മോനെ. അപ്പോഴാണ് ഞാൻ മണർകാട് പള്ളിയിൽ പോയി തൊട്ടി കെട്ടി. അപ്പോഴാണ് എനിക്ക് കുഞ്ഞുണ്ടായത്. അപ്പൊ കുട്ടി എവിടെ നിന്നുണ്ടായി? തൊട്ടിക്കകത്തുന്നോ? 7 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ മണ്ണാർശാലയിൽ കൊണ്ട് ഉരുളി കമഴ്ത്തി. പിന്നെ തുറന്നപ്പോ അതിനകത്ത് കൊച്ചുണ്ടായിരുന്നോ? ഇങ്ങനെയൊന്നും കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പൊ എന്താണ്? ആ മക്കൾക്കറിയാം അച്ഛന്റെ 23 ക്രോമസോമും അമ്മയുടെ 23 ക്രോമസോമും, അങ്ങനെ 46 ക്രോമസോം കൊണ്ടാണ് എന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ശരിയാണോ? 10ാം ക്ലാസ് കഴിഞ്ഞവർക്കൊക്കെ അറിയാമല്ലോ, ശരിയാണല്ലോ അല്ലേ? ഇതാണ് പണ്ട് നമ്മളെ പുരാണത്തിൽ പഠിപ്പിച്ച അർദ്ധനാരീശ്വരി രൂപം കേട്ടോ. പകുതി ശിവനും പകുതി പാർവതിയും പഠിപ്പിച്ചില്ലേ? അതെന്താ സാധനം? പകുതി അച്ഛന്റെയാണ്, പകുതി അമ്മയുടേതാണ് കേട്ടോ. അപ്പൊ ഈ ശരീരത്തിന്റെ അവകാശി ആരാ? ആശാന്റെ കോഴി അവറാന്റെ വീട്ടിൽ അവരാരും അറിയാതെ മുട്ടയിട്ടു. ആശാന്റെ കോഴി മുട്ടയിട്ടത് അവറാന്റെ വീട്ടിൽ. മുട്ട ആശാന്റെ ആണോ അവറാന്റെ ആണോ? മുട്ട ആരുടെയാ? മുട്ട കോഴിയുടെ ആണ് കേട്ടോ. മുട്ട ആശാന്റെ അല്ല, മുട്ട അവറാന്റെ അല്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു പെൺവന്ന വന്നെന്ന് മോളെ ലവ്മിണ്ടാ കിസ്മിണ്ടാ എന്ന് പറയുമ്പോ അമ്പിളാരുടെ കൂടെ ചാടി പോകുമ്പോൾ ചോദിക്കും, മോളെ അവനെന്റെ ആരാ? അയ്യോ അവനെന്റെ മുത്തല്ലേ, ചങ്കല്ലേ, കരളല്ലേ, അവനെന്റെ എല്ലാമല്ലേ, നോലക്ക ആര് എന്നത്? ഞാൻ നിന്റെ മുത്തല്ലേ, പൊന്നല്ലേ, ഒന്നുമല്ല കേട്ടോ. ഇത് ആരുടെയാ? ഇത് മുട്ട കോഴിയുടെ കേട്ടോ. ഇതിന്റെ അവകാശി ആരാ? 23 ക്രോമസോം അച്ഛൻ്റെതാണ്, 23 ക്രോമസോം അമ്മയുടേതാണ്. ഇത് മാനത്വമൊന്നും പൊട്ടിമുളച്ച് വന്നതല്ല. ജീവൻ നൽകിയത് ആരാ? ദൈവമാണ്. ഏത് ദൈവം? അച്ഛന്റെയും അമ്മയുടെയും ചലിക്കുന്ന ജീവകോശമാണ് നമുക്കുള്ളത് അല്ലേ? അപ്പോ അവരുടെ ശരീരത്തെ ജീവനാണ് എന്റെ ജീവൻ. ഓർക്കുക. ഇനിയും വിവാഹം കഴിക്കാൻ ഒരുങ്ങുമ്പോ നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ആ ഒരു ചടങ്ങ്, ആ സമ്പ്രദായത്തിൽ പ്രാജാപത്യ വിധിയിൽ നിങ്ങൾ കല്യാണത്തിന് പോയിട്ടുള്ളവരാണല്ലോ അല്ലെ? ആ വിവാഹ വേദി ചെല്ലുമ്പോ ഗുരുവിന്റെ തിരുസ്വരൂപത്തിന്റെ മുന്നിൽ നിലവിളക്കും നിറപറയൊക്കെ വെച്ച് അലങ്കരിച്ച രീതിയിൽ ഒരു ആചാര്യ ശ്രേഷ്ഠൻ പൂജാവിധികളൊക്കെ ചെയ്ത് ഇതാ അവിടേക്ക് ചെറുക്കനെയും പെണ്ണിനെയും ആനയിക്കും. അവർ ചില പേരുകൾ അറിയപ്പെടും. ഏതെങ്കിലും ഒരു കുലത്തിൽ ജനിച്ച ആൺകുട്ടി മറ്റൊരു കുലത്തിൽ ജനിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പെൺകുട്ടിയുടെ അവകാശിയായ കോഴിയോട്, മുട്ടയുടെ അവകാശി കോഴിയാണെന്ന് പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിയുടെ അവകാശിയായ അച്ഛനോട് പോയി ചോദിക്കും, ഈ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, തരാമോ? സമ്മതിച്ചാൽ മനസ്സമ്മതമായി. ഇതിനാണ് നിശ്ചയം എന്ന് പറയുന്നത്. അങ്ങനെ പെൺകുട്ടിയും ആൺകുട്ടിയും കുലവും വിത്തവും ഒക്കെ നോക്കി അവർ വിവാഹത്തിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പറയുന്ന പേരാണെന്ത്? വിവാഹത്തിന് നിശ്ചയിച്ച പെൺകുട്ടിക്ക് പറയുന്ന പേരാണെന്ത്? വധു അല്ല. എന്താണ്? പ്രതിസുത വധു. പ്രീ ഡിഗ്രി എന്ന് പറയുന്ന പോലാണ് കേട്ടോ. പ്രതിസുത വധു. ആ പയ്യന് പറയുന്ന പേരാണ് പ്രതിസുത വരൻ. അപ്പൊ നിശ്ചയം കഴിഞ്ഞാൽ പ്രതിസുത വധുവരന്മാരായി. ഇനി എപ്പോഴും വധുവാകുന്നത്? വീണ്ടും കിടക്കുക സസ്പെൻസ്. അങ്ങനെ പ്രതിസുത വധുവരന്മാരെ വേദിയിലേക്ക് ആനയിച്ചു. അതിന്റെ നടുക്ക് ഈ പറഞ്ഞ കോഴി വരിക. ആരാ? മുട്ടയുടെ അവകാശി വരിക. കുട്ടിയുടെ അവകാശി ആരാ? അച്ഛൻ. ചിലപ്പോ കൊച്ചന് പിടിക്കത്തില്ല. അച്ഛനൊന്ന് ഷേപ്പ് ചെയ്യാൻ മേലായിരുന്നോ? അച്ഛനെ വീശൊന്ന് കറപ്പിക്കാൻ മേലായിരുന്നോ? അച്ഛനെ എന്നാ വിയർപ്പനാറ്റമാ? എന്റെ ചേട്ടൻ എന്നാ തോന്നും? ഇടയ്ക്കൊന്ന് നിൽക്കുകയല്ലേ? അപ്പൊ വിവാഹത്തിന് മുമ്പ് അച്ഛൻ വേദിയിലേക്ക് കടന്നു വരും. ആരുടെ അച്ഛൻ? പള്ളിയിലെ അച്ഛനല്ല, പെൺകുട്ടിയുടെ അച്ഛൻ. അത് കറുത്തതായാലും വെളുത്തതായാലും മങ്ങടനായാലും കാലൊടിഞ്ഞതായാലും എന്തായാലും അങ്ങേർക്ക് അതിന് അവകാശമുള്ളൂ. പിന്നെ അവകാശമുള്ള അമ്മയ്ക്കാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ കയറി വന്നു നിന്നിട്ട് പ്രതിസുത വധുവാകുന്ന മകളുടെ കൈ പിടിച്ചു, പ്രതിസുത വരനാകുന്ന ഈ മകന്റെ കൈ പിടിച്ചു, വെറ്റിലേക്ക് വെച്ച് അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ശാന്തി ഒരു മന്ത്രം ചൊല്ലിക്കൊടുക്കും. എന്താണെന്നറിയാമോ? ഓം ശുഭേ തിഥോ ധർമ്മ പ്രജാ സമ്പത്തേ ഏകവിംശതി പുരോദ്ധാരണായ വരസ്യ മോചനായ കന്യാദാനം അഹങ്കരിഷ്യേ.
എന്താ പറഞ്ഞെന്നറിയാവോ? ഇതാ മന്ത്രം. എന്താ പറഞ്ഞെന്നറിയാവോ? ഓം ധർമ്മപ്രജാസമ്പത്തേ. ഇന്നത്തെ ഈ ശുഭദിനത്തിൽ ധർമ്മപ്രതിയെ സിദ്ധിച്ചുകൊണ്ട് ഏകവിംശതി കുലോദ്ധാരണായ 21 കുലത്തിന്റെ ഉദ്ധാരണം നടത്തി വരസ്യ ഋണമോചനായ വരന്റെ കുലത്തിന്റെ ഋണമോചനങ്ങൾ ചെയ്ത്. മനസ്സിലായോ? വരന്റെ കുലത്തിന്റെ ഋണമോചന കർമ്മങ്ങൾ ചെയ്യാൻ ധർമ്മപ്രതിയെ സിദ്ധിക്കുന്നതിന് വേണ്ടി കന്യകയായ എന്റെ മകളെ ഞാൻ ഇതാ നിനക്ക് വിൽക്കുന്നു. ദാനം ചെയ്യുന്നതാണ് വാക്ക് കേട്ടോ. അച്ഛൻ ദാനം കൊടുത്ത മകളാണ് കേട്ടോ. രണ്ടാം പൊക്കം ബാബാന്ന് വിളിക്കുമ്പോ പോയേക്കാന്ന് പറയരുത്. പരസ്യമായിട്ട് ദാനം കൊടുത്തതാ. ആ സാധനം തിരിച്ചു മേടിക്കാൻ അച്ഛൻ ഒരു അവകാശവും ഇല്ല. ഓർത്തോണം. അമ്പലത്തിൽ കൊണ്ട് വിളക്ക് കൊടുത്തിട്ട് എന്നെ വിളക്ക എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോ ഇത് ഓർത്തോണം. കല്യാണം കഴിക്കുമ്പോ അങ്ങനെ ആ ദാനകർമ്മം കഴിഞ്ഞു. അങ്ങനെ ഒരു കുലത്തിൽ നിന്നും മറ്റൊരു കുലത്തിലേക്ക് ദാനം ചെയ്ത വേദിക്കപ്പെട്ട പെൺകുട്ടിയുടെ പേരാണ് എന്ത്? വധു കേട്ടോ. അങ്ങനെ അച്ഛൻ കന്യാദാനം നടത്തുമ്പോഴാണ് പെൺകുട്ടി ആരാകുന്നത്? വധുവാകുന്നത്. ആ വധുവിനെയാണ് ഈ വരൻ എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. എന്നിട്ട് ഈ വരനെ കൊണ്ടുകൂടെ ഒരു കാര്യം പറയിപ്പിക്കും. ധർമ്മപ്രജാസിദ്ധത്തിൽ ഈ പറഞ്ഞ കണ്ടീഷനിൽ ഞാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. പുരുഷന്റെ വാക്ക. ദാനം മേടിച്ചുകൊണ്ട് പോയ സാധനമോ വായിക്കാത്ത പല്ലുണ്ടോ എന്ന് തപ്പി നോക്കാൻ നടക്കരുത് കേട്ടോ. അമ്മായിയും ചെറുക്കവും കൂടെ കൂടി എടി എത്ര പല്ലുണ്ടടി, സ്വർണ്ണപ്പല്ലാണോ ഡി, എത്ര കിലോ ഉണ്ടടി, ഇങ്ങനെ നോക്കാനുള്ള അവകാശം ആർക്കുമില്ല. അമ്മ ഓർത്തോണം, സ്വന്തം മകൻ പരസ്യ രീതിയിൽ പോയി ദാനം മേടിച്ചോണ്ട് വന്നതായി മകളെ. ദാനം മേടിക്കുക എന്ന് പറഞ്ഞാൽ സമമായി അർപ്പിച്ചതാണ്. അവിടെ രണ്ടിൽ ഒന്നായി ചേരുക. അതാണ് ഈ കുടുംബ ജീവിതത്തിന്റെ പവിത്രത. ഓർത്തോണം കേട്ടോ. അങ്ങനെ പവിത്രമായ കുടുംബ ജീവിതത്തിൽ ഈ ഭാര്യയും ഭർത്താവും ചേർന്നുകൊണ്ട് സൃഷ്ടിച്ച ധർമ്മപ്രജയാണ് അഭിനവ് നമ്മൾ. അപ്പൊ എന്താണ്? ഈ ധർമ്മത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യാൻ ആര് തയ്യാറാവണം? മക്കൾ തയ്യാറാകണം. അതിന് ആദ്യം അറിയേണ്ടത് സൃഷ്ടിക്ക് പാത്രീഭൂതരായ സ്രഷ്ടാവായ സൃഷ്ടിക്കുള്ള സാമഗ്രിയായ മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയണം. ആരാണ് എന്റെ സ്രഷ്ടാവ്? ആരാണ് സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്? അതെന്റെ അമ്മയാണ്, അതെന്റെ അച്ഛനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവർക്കാണ് ആദ്യത്തെ പൂജ ചെയ്യേണ്ടത്. മാതൃപൂജയും പിതൃപൂജയും അത്തരത്തിൽ ചെയ്ത് പഠിക്കണം. അതാണ് നമ്മുടെ സംസ്കാരം. അങ്ങനെയാണ് കുടുംബജീവിതം സുന്ദരമാക്കുന്നത് കേട്ടോ. കൂടുതലും ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കുടുംബ വിഷയം ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അങ്ങ് പോകും, നിങ്ങളോട് വിളിക്കുകയും ചെയ്യും. അപ്പൊ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഒരു കാര്യം ഞാൻ മാതാപിതാക്കളോടായിട്ട് പറയുകയാണ്. ഞാൻ ഒരു 2 അമ്മമാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പ്രിയമുള്ള മാതാപിതാക്കളെ, ഇന്നത്തെ സമൂഹത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഈ സമൂഹത്തിലെ ദുരവസ്ഥകളെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ 2 അമ്മമാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അത് ഏത് അമ്മയാണ് നിങ്ങൾ എന്ന് സ്വയം തീരുമാനിക്കൂ. ഒന്നാമത്തെ അമ്മയുടെ പേരാണ് കുന്തി ദേവി. കേട്ടിട്ടുണ്ടോ? കുന്തി ദേവി എന്ന് കേട്ടിട്ടില്ലേ? പഴയ അമ്മമാർക്ക് അറിയാം, ഇപ്പോഴത്തെ അമ്മമാർക്ക് അറിയത്തില്ല. അവരോട് വല്ല സീരിയൽ താരങ്ങളുടെ പേര് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റൂല്ലേ? കുന്തി ദേവി. പാണ്ഡവരെന്ന് കേട്ടിട്ടുണ്ടോ? പാണ്ഡവരുടെ അമ്മയാണ് കുന്തി ദേവി. 6 പേരല്ലേ പാണ്ഡവര്? ആണോ? എല്ലാത്തിനും തല വിളിക്കൊണ്ടിരിക്കുകയാണ്. പാണ്ഡവർ എത്ര പേരാ? 5 പേര് കേട്ടോ. അപ്പൊ പഞ്ചപാണ്ഡവരുടെ അമ്മയാണ് ആര്? ആ കുന്തി ദേവി. ആ കുന്തി ദേവി ഈ മക്കളെ വളർത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ? കാട്ടിലിട്ടാ വളർത്തിയത്, ഗുരുവിന് ശിക്ഷണം കൊടുത്താ വളർത്തിയത്, ആത്മീയതയുടെ അടിത്തറയൂന്നിയാണ് പഠിപ്പിച്ചത്. അങ്ങനെ ആത്മീയത അടിത്തറയൂന്നി പഠിപ്പിച്ച് വിദ്യ പഠിപ്പിച്ച് യോദ്ധാക്കളാക്കി അവരാണ് ധർമ്മത്തിന്റെ പ്രതീകങ്ങളായ പാണ്ഡവർ 5 പേർ. മറ്റൊരമ്മയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ആ അമ്മയുടെ പേരാണ് ഗാന്ധാരി. കേട്ടിട്ടുണ്ടോ? കാന്താരി അല്ല, കുഞ്ഞുങ്ങൾക്ക് കാന്താരി അറിയത്തുള്ളൂ. ഗാന്ധാരി ആരാണ്? ഭർത്താവിനെ കണ്ണു കാണാത്തോണ്ട് ചേട്ടാ, എനിക്ക് കാണണ്ട ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു കെട്ടി നടന്ന ഗാന്ധാരി മാതാവ്. ഗാന്ധാരിക്ക് കൊണ്ട് മക്കൾ 1ഉം 2ഉമല്ല, 101 മക്കളുണ്ട്. അമ്മയാണ് ആര്? ഗാന്ധാരി. പക്ഷേ 101 മക്കളുള്ള അമ്മ മക്കളെ കാണുവാനോ മറ്റൊന്നിനും തയ്യാറല്ല. അമ്മ എന്തിരിക്കുക? ഉള്ള കണ്ണിന്റെ കാഴ്ച മറച്ചു വെച്ചുകൊണ്ട് കണ്ണടച്ചു നടക്കുകയാണ് അമ്മ. ആ ഗാന്ധാരി മാതാവ് കുഞ്ഞുങ്ങളെ സുഖലോലുപരായി വളർത്തി, അവരുടെ ഇഷ്ടത്തിന് അവരെ വളർത്തി.
അവർക്ക് ചൂത് കളിക്കാം, അവർക്ക് പെണ്ണ് പിടിക്കാം, അവർക്ക് മദ്യപിക്കാം, അവർക്ക് എന്ത് വേണമെങ്കിലും ആകാം. അങ്ങനെ സമ്പൽസമൃദ്ധമായി ഭൗതികത നൽകി അവരെ വളർത്തി. ശിക്ഷണം ഉണ്ടായിരുന്നില്ല മാതാവിന്റെ. അങ്ങനെ രണ്ട് മാതാപിതാക്കളും വളർത്തിയ മക്കൾ തമ്മിലുള്ള യുദ്ധമാണ് കൗരവ പാണ്ഡവ യുദ്ധം. ഇനി ക്ലൈമാക്സിലേക്ക് വരാം. ഈ കണ്ണു കിട്ടി നടന്ന മാതാവ് ഇതാ ഒരിക്കൽ കണ്ണു തുറക്കാൻ പോകുന്നു. എന്നാ കണ്ണു തുറന്നെന്ന് അറിയാമോ? ഈ മക്കൾ രണ്ടുകൊണ്ടും കൂടെ യുദ്ധം ചെയ്ത കൗരവ പാണ്ഡവ യുദ്ധത്തിന്റെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്റെ 101 മക്കളെയും തലയറത്ത് ചേതനയറ്റ് കിടക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇതാ ഗാന്ധാരി മാതാവ് യുദ്ധക്കളം സന്ദർശിക്കുന്നു. അങ്ങനെ ആദ്യമായി ഗാന്ധാരി മാതാവ് ഇതാ തന്റെ കണ്ണുകൾ വീണ്ടും തുറക്കുന്നു. തുറക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ച തന്റെ 101 മക്കളും ശിരച്ഛേദം ചെയ്ത് നിശ്ചലമായി കിടക്കുന്ന കാഴ്ച കണ്ട് ആ അമ്മ വിലപിക്കുകയാണ്. അതിന്റെ പേരാണ് ഗാന്ധാരി വിലാപം. ആ ഗാന്ധാരി മാതാവ് വിലപിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇതാ ഭഗവാനായി കരുതുന്ന ശ്രീകൃഷ്ണൻ മുന്നിൽ നിൽക്കുന്നു. ശ്രീകൃഷ്ണന്റെ നേരെ കോപാകുലിയായി സങ്കടത്തോടു കൂടി തിരിഞ്ഞു ആ മാതാവ്. എന്നിട്ട് കൃഷ്ണനെ നോക്കി ദയവായി എന്ന് വിളിച്ചില്ല, ഭഗവാനെ എന്ന് വിളിച്ചില്ല, ഉറക്കെ വിളിച്ചു, ഹേ ദുഷ്ട, എന്താണ് നീ കാണിച്ചത്? എന്തിനാണ് നീ എനിക്ക് 101 മക്കളെ തന്നത്? വായിക്കരിയാൻ പോലും ഒരെണ്ണത്തിനെ ബാക്കി വെക്കാതെ എല്ലാത്തിനെയും നീ കൊന്നു കളഞ്ഞല്ലോ. ഞാൻ നിന്നെ ശപിക്കാൻ പോവുകയാണ്. ഓർത്തുകൊള്ളുക. ശാപവാക്ക് ഉന്നയിച്ചുകൊണ്ട് കൈയെടുത്ത ഗാന്ധാരിയെ നോക്കി ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. എന്നിട്ടൊരു മറുപടി പറഞ്ഞു. നിങ്ങളോടുള്ള മറുപടി എന്താ പറഞ്ഞെന്നറിയാവോ? അല്ലയോ മാതാവേ, അല്ലയോ മാതാവേ, ഒരമ്മയ്ക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത മക്കളെ ഒരു ഈശ്വരനും സംരക്ഷിക്കാൻ പറ്റില്ല എന്ന്. കേട്ടോ അമ്മമാരെ? ഒരമ്മയ്ക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത മക്കളെ സംരക്ഷിക്കുവാൻ ഒരു ഈശ്വരനും ആവില്ലെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത്. ഓർത്തുകൊള്ളണം. ആദ്യ ഗുരുമാര അമ്മ പഠിപ്പിക്കണം. കണ്ണുള്ള കാഴ്ചയോടെ കെട്ടി കണ്ണടച്ച് നടന്നാ പോരാ. കണ്ണ് തുറന്ന് കാണണം. മക്കളെ അറിയണം, അവരുടെ അനുഭൂതികളെ അറിയണം, അവരെ പഠിപ്പിക്കണം, ആത്മീയ നിഷ്ഠയുണ്ടാക്കണം, ഗുരു ധ്യാനം പഠിപ്പിക്കണം, ധർമ്മബോധം പഠിപ്പിക്കണം. അങ്ങനെ ആത്മീയതയിൽ അടിയുറച്ചവരെ ധർമ്മനിഷ്ഠയുള്ളവരാക്കി വളർത്തിയാൽ വായിക്കരിടാൻ മക്കളുണ്ടാവും. കുന്തി ദേവിയെ പോലെ ചിരിക്കുന്ന, മുഖമുള്ള, സന്തോഷിക്കുന്ന ആ അമ്മമാരായി നിങ്ങൾക്ക് മാറാം. കുഞ്ഞുങ്ങളുടെ വിജയങ്ങളിൽ അഭിമാനിക്കുന്ന അമ്മയായി പോകാം. നേരെ മറിച്ച് ധർമ്മം പഠിപ്പിക്കാതെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് തുള്ളി അത്തരത്തിൽ വളർത്തിയ അമ്മമാരെ ഗാന്ധാരി മാതാവിനെ പോലെ നിങ്ങൾക്ക് വിരമിക്കേണ്ടി വരും. കുടുംബജീവിതത്തിൽ അങ്ങനെ ഒരു ഗാന്ധാരി വിലാപം കേൾക്കാതിരിക്കട്ടെ. അതിനായി മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ധർമ്മനിഷ്ഠയുള്ള നല്ല ഗുണഭാഗങ്ങളെ, നല്ല മക്കളെ വാർത്തെടുത്തുകൊണ്ട്, സ്നേഹവും ദൈവമുള്ള മക്കളെ വാർത്തെടുത്തുകൊണ്ട്, ഒരു അനാഥാലയങ്ങളിലേക്കും മക്കളെ തള്ളിവിടാത്ത, സ്നേഹിക്കുന്ന, അടുത്തു വന്നിരിക്കുന്ന, എന്താണ് അമ്മേ എന്നൊന്ന് ചോദിക്കുന്ന, അത്തരത്തിൽ സ്നേഹവായ്പകളുള്ള മക്കളെ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മക്കളുള്ള അമ്മമാരായി നിങ്ങൾ മാറട്ടെ. മക്കളെ, ജീവിതത്തിൽ ഒരു ദേവാലയത്തിലും പോയില്ലെങ്കിലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എപ്പോഴാണെന്നറിയാമോ? സ്വന്തം അമ്മയും അച്ഛനെയും പരിചരിച്ചാൽ. സ്വന്തം മാതാവിനെയും പിതാവിനെയും പരിചരിക്കാതെ ഈ ലോകത്തേത് ക്ഷേത്രത്തിൽ പോയി പൂജ കഴിച്ചാലും നിങ്ങൾക്ക് ശാപമേ ഉണ്ടാകൂ, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കുടുംബജീവിതം സന്തുഷ്ടമാകണമെങ്കിൽ മാതാവിനെയും പിതാവിനെയും തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിച്ച് അവരെ പൂജിച്ച് അനാഥാലയങ്ങൾക്ക് വിട പറഞ്ഞുകൊണ്ട് ഒരച്ഛനും ഒരമ്മയുമേ ഉള്ളൂ നമുക്ക്, അവരെ സംരക്ഷിക്കുവാൻ മനസ്സ് കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുടുംബസംഗമത്തിന്റെ സന്ദേശമായി നമ്മുടെ കുടുംബങ്ങളിൽ ഈ സന്ദേശങ്ങൾ അലയടിക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മഹാഗുരുവിന്റെ അറിവായി നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള നന്മയുടെ അറിവുകൾ പകർന്നു നൽകുവാൻ എന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നെ ഇവിടെ വിളിച്ച ജിനോ, പ്രിയ സുഹൃത്ത് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈശാൻ ഇത്തരത്തിൽ കുടുംബസംഘം വിളിച്ചുകൂട്ടി നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ, ഇത്തരത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന
പ്രിയങ്കരായ ആത്മസഹോദരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഗുരുവിന്റെ നാമത്തിൽ ഇന്നത്തെ ഈ കുടുംബസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.